ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴതോരും മുൻപേ എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ്റെ സ്വന്തം മകളാണ് അലീന എന്നുള്ള സത്യം മനസ്സിലാക്കിയത് തൊട്ട് സത്യമല്ല കെട്ടിച്ചമച്ച കഥ അറിഞ്ഞതിന് ശേഷം വൈജയന്തി ആകെ തകർന്നു പോവാണ് കേട്ടോ. തന്നെ ബാലചന്ദ്രൻ ചതിക്കായിരുന്നു, ചതിച്ചു എന്നൊക്കെ വിചാരിച്ച് ആകെ മനസ്സ് തകർന്നിട്ടാണ് നെടുമ്പനക്കൽ വീട്ടിലേക്ക് വൈജയന്തി പോകുന്നത് കേട്ടോ. അപ്പോൾ അലീനയോടുള്ള ദേഷ്യം ഇരട്ടിയാവുകയാണ് ചെയ്യുക കേട്ടോ. വൈജയന്തിക്ക് അലീനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനോട് ഇതൊക്കെ ചോദിച്ച് ആ വാക്ക് തർക്കത്തിൽ വീട് വിട്ടിറങ്ങുന്ന വൈജയന്തി എത്തുന്നത് വലിയൊരു അപകടത്തിലേക്കാണ് കേട്ടോ. ഒരു ആക്സിഡൻറ്റിലേക്ക് കാറ് വേറൊരു വണ്ടിയായിട്ട് ഇടിച്ച് ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിലാവുന്ന വൈജയന്തിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗംഗാധരൻ വരുന്നുണ്ട്. അങ്ങനെ ആ ഗംഗാധരൻ്റെ വരവിലാണ് വൈജയന്തി അലീന തൻ്റെ മകളാണെന്നുള്ളത് സത്യം തിരിച്ചറിയുന്നത് കേട്ടോ. ഗംഗാധരൻ വൈജയന്തിയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റേജിലായിരിക്കും കേട്ടോ വൈജയന്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അങ്ങനെ വൈജയന്തിക്ക് ബ്ലഡ് കൊടുക്കുന്നത് നമ്മുടെ അലീന ആയിരിക്കും കേട്ടോ. അതൊന്നും വൈജയന്തി അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് അലീനയ്ക്കുള്ളതുകൊണ്ട് അലീനയായിരിക്കും ബ്ലഡൊക്കെ കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു നോർമൽ സ്റ്റേജിലേക്ക്, കുഴപ്പമില്ല സീരിയസ് കണ്ടീഷൻ എന്നൊക്കെ മാറി നോർമൽ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഗംഗാധരൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വൈജയന്തിനെ കാണാൻ വരിക കേട്ടോ. അത്രയും തകർന്നിട്ടാണ്, തങ്ങൾക്ക് 3 പേർക്കുമുള്ള ആകെ ഒരു അനിയത്തിയാണല്ലോ. അപ്പോൾ അത്രയും തകർന്നിട്ടായിരിക്കും ഗംഗാധരൻ വരുന്നത് കേട്ടോ. ഗംഗാധരനെ കണ്ടതും വൈജയന്തി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. ഗംഗാധരൻ നല്ല വിഷമിച്ചിട്ടാണ് വരിക. എന്നിട്ട് വൈജയന്തി പറയും ഇങ്ങനെ, ഞാൻ ബാലചന്ദ്രനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. ഈ 22 വർഷം ഞാൻ ആളെ അത്രയും വിശ്വസിച്ചിട്ടല്ലേ ഗംഗേട്ട ജീവിച്ചിരുന്നത്. എന്നിട്ട് ആളെന്നെ ചതിക്കുകയല്ലേ ചെയ്തത്. ആ എന്നെ ചതിച്ച ആൾക്ക് വേണ്ടിയിട്ടല്ലേ ഗംഗേട്ടൻ വാദിച്ചതും അയാളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. സ്വന്തം മകളെ, ഇങ്ങനെ ഒരു ബന്ധത്തിലുണ്ടായ സ്വന്തം മകളെയാണ് അയാൾ ആ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച് നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കിയത്, എന്നെ പൊട്ടത്തിയാക്കിയത്. ഞാൻ ഇനി അയാളുടെ കൂടെ ജീവിക്കില്ല, എനിക്ക് അയാളിന് വേണ്ട എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗാധരൻ സമാധാനിപ്പിക്കുന്നുണ്ട്. നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, അയാൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റാത്തവരാരും ആരുമില്ലല്ലോ, നിനക്ക് തെറ്റ് പറ്റിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗേട്ടൻ അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഗംഗേട്ടൻ അപ്പോൾ അയാളെ ന്യായീകരിക്കുന്നത്, എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കല്യാണം വേണ്ടാന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് നിങ്ങൾ നിർബന്ധിച്ച് എന്നെ വിവാഹം കഴിപ്പിച്ചതല്ലേ. പക്ഷെ അയാൾ അങ്ങനെയാണോ? ഇങ്ങനൊരു ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്നെ ഇങ്ങോട്ട് വിവാഹാലോചിച്ച് വന്നത് അയാളല്ലേ. അപ്പോൾ അയാൾ അത് മറച്ചു വെച്ചിട്ടല്ലേ എന്നെ വിവാഹം കഴിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ശരിയായിരിക്കാം, പക്ഷെ കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു, നീ ഇനി അതുമായിട്ട് പൊരുത്തപ്പെടുക, അല്ലാതെ വീട് വിട്ട് ഇറങ്ങാൻ നിൽക്കണ്ട. അലീന നല്ലൊരു കൊച്ചല്ലേ, നീ നിന്റെ മകളായിട്ട് അവളെ അംഗീകരിച്ച് സ്നേഹിക്കാൻ തുടങ്ങുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജി പറയുന്നുണ്ട്, ഗംഗേട്ടനെ എന്തൊക്കെ പറയുന്നത്, ഇങ്ങനെയാണ് ഒരു അനിയത്തിയോട് പറയുക? ഭർത്താവിൻ്റെ അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടീനെ സ്വന്തം മകളായിട്ട് കണക്കാക്കി അങ്ങനെയാണോ ചെയ്യുക? എനിക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, അങ്ങനെ ഇറങ്ങി പോന്നാ ഞാൻ ആ വീട്ടിൽ നിന്ന്. എന്തായാലും ഞാൻ അവളെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, വൈജി നീ തെറ്റിൽ നിന്ന് തെറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നീ സത്യം മനസ്സിലാക്കുന്നില്ല. ഇതിൽ കൂടുതൽ എന്ത് സത്യം മനസ്സിലാക്കേണ്ടത്? എനിക്ക് എല്ലാം മനസ്സിലായി, എല്ലാവരും മനസ്സിലായി. ഗംഗേട്ടൻ ഇപ്പോഴും അയാൾ ചെയ്തത് ശരിയാണ്, അയാളുടെ ഭാഗത്താണ് ശരിയെന്ന് തോന്നുന്നു വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ രാജീവേട്ടനും ശിവേട്ടനും എന്നെ മനസ്സിലാവും, അവർക്ക് മാത്രമേ എന്നെ മനസ്സിലായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, നീ അങ്ങനെ പറയരുത് വൈജി, അവരെക്കാളൊക്കെ കൂടുതൽ നിന്നെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരാളാണ് ഞാനും. നീ എന്താ വിചാരിച്ചിരിക്കുന്നത് ബാലേന്ദ്രനെ പറ്റിയിട്ട്? അയാളൊരു നിരപരാധിയാണ്, അയാളെ നമ്മളെല്ലാവരും കൂടി അയാൾ ചതിച്ചത്. നീ ഇപ്പം അനുഭവിച്ച ഇതേ ടെൻഷൻ അയാൾ 2-3 മാസം മുന്നേ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ടെൻഷനിലാണ് അയാൾക്ക് അറ്റാക്ക് വന്നതും ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് ഗംഗാധരൻ എല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അയാൾ എത്രമാത്രം വിഷമിച്ചിരുന്നു, ആ വിഷമം നീ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അയാൾ ഇങ്ങനെ ഒരു കെട്ടിച്ചമച്ച കഥ ഉണ്ടാക്കി പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗംഗേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല, നിനക്ക് മാത്രമല്ല ശിവനും രാജീവിനും ആർക്കും മനസ്സിലാവില്ല എന്ന് പറയാൻ കേട്ടോ. അയാളെ അത്രയും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അയാളുടെ ഭാഗത്ത് നിന്നിരുന്നത്, അല്ലാണ്ട് അയാൾ ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കുകയല്ല. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റും ചതിയൊക്കെ ചെയ്തത് നമ്മളല്ല അയാളെ ചതിച്ചത്. അയാളുടെ എത്രയും വലിയൊരു രഹസ്യം മറച്ചു വെച്ചിട്ടാണ് അയാൾക്ക് നിന്നെ വിവാഹം കഴിച്ചു കൊടുത്തത്. അതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ. നിനക്ക് വിവാഹത്തിന് മുന്നേ ബന്ധം ഉണ്ടായില്ലേ, അതിലൊരു കുഞ്ഞും ജനിച്ചതല്ലേ, അതൊക്കെ നീ മറന്നുപോയോ? അപ്പൊ നീ അയാളെ ചതിക്കുകയല്ലേ ചെയ്തത് ഈ 22 വർഷം. എങ്ങേട്ടാ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ.
അതെ, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ആ കുട്ടി മരിച്ചു പോയില്ലേ? അതുകൊണ്ടല്ലേ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത്. നിങ്ങളെല്ലാരും കൂടി എന്നെ സമ്മതിപ്പിച്ചത്. ആയിരിക്കാം വൈജി, അതെ. പക്ഷേ ആ കുട്ടി മരിച്ചിട്ടില്ല. അന്ന് അച്ഛനും രാവുണ്ണിയമ്മാവനൊക്കെ നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. നീ മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു നുണ മാത്രമായിരുന്നു അത്. അന്ന് അച്ഛൻ ആ കുട്ടീനെ ഏൽപ്പിച്ചത് ഒരു ഓർഫനേജിലാണ്. കഴക്കൂട്ടത്തെ സ്നേഹനികേതനത്തില്. എന്ത് അമ്പായിരുന്നിട്ടാണ്ട് വൈജയന്തി അത് കേട്ടുക. ആകെ ഞെട്ടലോടെ വൈജയന്തിയെ കേട്ട് ചോദിക്കുക, സ്നേഹനികേതനത്തിലോ? അതെ, സ്നേഹനികേതനത്തില്. ഇതിനു മുന്നേ അലീനേനെ ബാലചന്ദ്രൻ കണ്ടിട്ടൊന്നുമില്ല. ബാലചന്ദ്രൻ അലീന ആരാന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ അച്ഛനാണ് അലീനേനെ കൂട്ടിക്കൊണ്ട് വന്നത്. അതിന് വേറൊരു കാരണമുണ്ട്. അത് നിന്റെ മകളായതുകൊണ്ട്. അച്ഛൻ ചെയ്ത പാവം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ അവൾക്ക് സുരക്ഷിതമായിട്ടൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് തന്നെ അവളെ തിരിച്ചു കൊണ്ടുവന്നത്. അല്ലാതെ ബാലചന്ദ്രന്റെ മകളായതുകൊണ്ടൊന്നല്ല. നീ ഇപ്പൊ ബാലചന്ദ്രൻ നിന്റെ മകളാണത്, അല്ലാതെ ബാലചന്ദ്രന്റെ അല്ല. നിനക്കും സ്റ്റാൻലിക്കും ജനിച്ച മകള്. അത് ഭയങ്കര ഷോക്കായിട്ടാണ് വൈജയന്തിക്ക് ഫീൽ ചെയ്യാട്ടോ. അത്രയും ഷോക്കിലാണ് വൈജയന്തി ഇത് കേൾക്കുക കേട്ടോ. ഞാൻ ശരിക്കും ഇത് ഈ സമയത്ത് പറയാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ നീ ബാലചന്ദ്രനെ കുറിച്ച് ഇത്രയും പറഞ്ഞതുകൊണ്ടും നീ അവനെ തെറ്റിദ്ധരിച്ചതുകൊണ്ടും അലീനെ വെറുത്ത് അങ്ങേയറ്റമായതുകൊണ്ടും മാത്രമാണ് ഞാനിപ്പോൾ ഇത് തുറന്നു പറയുന്നത്. അന്ന് അയാൾ വന്നത് ആരോടും പറയാതെ അന്ന് അയാൾ വന്നത് എൻ്റെ അടുത്തേക്കാണ്, നീലഗിരിയിലേക്ക്. എൻ്റെ മുന്നിൽ വെച്ചിട്ട് അയാൾ ചോദിച്ചു, വൈജയന്തി ഞാനുമായുള്ള വിവാഹത്തിന് മുന്നേ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചോ എന്ന് അയാൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്കെല്ലാം തുറന്നു പറയേണ്ടി വന്നു. പിന്നീട് ഇവിടെ വന്നപ്പോഴാണ് ആ പെൺകുട്ടി നീ അലീനയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് എന്നൊക്കെ ഗംഗാധരൻ പറയുന്നുണ്ട് കേട്ടോ. ഇനിയെങ്കിലും നീ അവളെ സ്നേഹിക്കാൻ നോക്ക്. നീ ഇപ്പം ഈ ഉണ്ടാക്കിയ ബഹളമൊന്നും ബാലചന്ദ്രൻ അന്ന് ഉണ്ടാക്കിയിട്ടില്ല. അന്ന് ഇതെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് നിന്റെ കുടുംബം തകരും. നിന്റെ മക്കളുടെ മുന്നിൽ നീ നാണം കെട്ടു പോവായിരുന്നു. പിന്നെ നിനക്ക് തല ഉയർത്തിപ്പിടിച്ച് നിന്റെ മക്കളുടെ മുന്നിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അയാൾ അതൊന്നും ചെയ്തില്ലല്ലോ. നീ ഇത്രയും കുടുംബക്കാരെ വിളിച്ചു കൂട്ടി കൊണ്ടുപോയി അയാളെ അപമാനിച്ചപ്പോൾ അയാൾ അത് തുറന്നു പറഞ്ഞു? ഇല്ല. നിന്റെ മകളെ സ്വന്തം മകളെ പോലെയല്ലേ അയാൾ സ്നേഹിക്കുന്നതും ഇപ്പൊ പരിഗണിക്കുന്നതും ഒക്കെ. അതൊക്കെ ആരെങ്കിലും ചെയ്യോ? നീ ചെയ്യോ? ഇല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, നീ ബാലചന്ദ്രനെ മനസ്സിലാക്കിയിട്ടില്ലാന്ന്. ഇപ്പോഴും അയാളുടെ മേലേക്കാണ് ആ കുറ്റങ്ങളൊക്കെ ഏറ്റെടുക്കുകയാണ്. സ്വന്തം മകളായിട്ട് അവളെ സ്വീകരിച്ചു. ഇനി അവളെ പുറത്താക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സ്വഭാവം ചീത്തയാക്കുകയാണ് ചെയ്തത്. അതൊക്കെ ആരെങ്കിലും ചെയ്യോ വൈജയ്? ആരും ചെയ്യില്ല. നിന്നെ അയാൾ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ആ ആൾക്ക് ഒരു ചതി നിന്റെ പക്കൽ നിന്ന് കിട്ടിയെന്ന് അറിയുമ്പോൾ അയാൾ എത്രമാത്രം വിഷമിക്കും, വേദനിക്കും. അതാണ് അയാളെ ഇങ്ങനെ ആക്കി തീർത്തത്. അതൊക്കെ നിനക്ക് മനസ്സിലാവാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പൊ ഇത്രയെങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞില്ലെങ്കിൽ നീ വീണ്ടും ബാലചന്ദ്രനെ തെറ്റിദ്ധരിക്കും, അലീനേനെ വെറുക്കും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നീ ആലോചിക്ക്. ഇപ്പൊ നീ രക്ഷപ്പെട്ടു. അത് ചിലപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിന്നെ ദൈവം വീണ്ടും ജീവിപ്പിച്ചത്. ഇനിയെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാതെ സ്വന്തം തെറ്റ് മറച്ചു വെച്ച് ബാക്കിയുള്ളവരോട് തെറ്റ് ചൂണ്ടിക്കാണിക്കാനല്ല ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഗംഗാധരൻ അവിടെ നിന്ന് എണീച്ച് പോകുന്നുണ്ട് കേട്ടോ. ഇത് അറിഞ്ഞതും ആകെ ഷോക്കാവുന്നുണ്ട് വൈജയന്തിക്ക്. സ്വന്തം മകളെയാണ് താൻ ഇത്രയും അപമാനിച്ചത്. സ്വന്തം എനിക്ക് പറഞ്ഞൊരു കുട്ടീനെ ഇത്രയും സ്നേഹിക്കാൻ ബാലചന്ദ്രന് സാധിച്ചല്ലോ. അങ്ങനെ ബാലചന്ദ്രനോടും താൻ പറഞ്ഞതും ചെയ്തതൊക്കെ തെറ്റാണെന്ന് വൈജയന്തി മനസ്സിലാക്കാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ബാലചന്ദ്രനും അലീനയും കൂടി വൈജയന്തിനെ കാണാൻ വരുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്